2026 UCL ഫൈനലാണ് ഇന്ന് രാത്രി ബുഡാപെസ്റ്റിൽ നടക്കാൻ പോകുന്നത്. ആഴ്സണലും PSG യുമാണ് കളിക്കുന്നത്. അപ്പോൾ PSG വ്യക്തമായ മുൻതൂക്കം ഈ കളിയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PSG 2-1 ആഴ്സണലിനെ തോൽപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. എന്നാൽ കൂടിയും നമ്മൾ എപ്പോഴും അണ്ടർഡോഗിനെ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആഴ്സണലിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ആഴ്സണലിനെ ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്സണലിനെ ഇനിയിപ്പോൾ ജയിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് കളിയിൽ മാറ്റം വരുത്തേണ്ടി വരും. മരണക്കളി തന്നെ കളിക്കേണ്ടി വരും. വളരെ ലോ ബ്ലോക്ക് ആയിട്ട് ഫുൾ ഡിഫൻസ് മോഡിൽ കളിക്കാൻ പറ്റിയാൽ, PSG എങ്ങനെയെങ്കിലും ഗോൾ അടിക്കുന്നതിൽ നിന്ന് തടയാൻ പറ്റിയാൽ, ഒരു പക്ഷേ ആ കളി പെനാൽറ്റിയിലോട്ട് കൊണ്ടുപോവാണെങ്കിൽ ആഴ്സണലിൽ ഈ കപ്പ് നേടാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെല്ലാം തന്ത്രങ്ങളാണ് മിക്കേൽ ആർട്ടേറ്റ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും ഇന്നത്തെ രാത്രി കളി കേമമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ ഫുൾ പാർട്ടി ബസ് ആണോ എന്നറിയില്ല. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ആഴ്സണലിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ കളിച്ച കളിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസും ആയിട്ട് കളിച്ചാൽ മാത്രമേ ആഴ്സണലിനെ ജയിക്കാൻ ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ കളി എങ്ങനെയെങ്കിലും ടൈമിലോട്ട് കൊണ്ടുപോവുക, അവസാനം പെനാൽറ്റിയിൽ എത്തിക്കുക. പെനാൽറ്റി പിന്നെ ആഴ്സണലിന് 50-50 ചാൻസ് ഉണ്ട് കളി ജയിക്കുക എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ആഴ്സണലിന് സെറ്റ് പീസ് നിന്ന് വല്ല ഗോൾ അടിക്കാൻ പറ്റി കഴിഞ്ഞിട്ട് 1-0 ജയിക്കുവാണെങ്കിൽ മാത്രമേ ആഴ്സണൽ ജയിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പ്രഡിക്ഷൻ പ്രകാരം സ്ക്വാഡ് ഡെപ്ത്, അതുപോലെ തന്നെ ടീമിന്റെ ടാക്ടിക്സ്, അതുപോലെ തന്നെ ടീമിന്റെ ആ ഒരു ഡൈനാമിസം, പിന്നെ ബെഞ്ചിന്റെ സ്ട്രെങ്ത് എല്ലാം നോക്കുമ്പോൾ PSG ആണ് ആഴ്സണലിനേക്കാൾ വളരെ മുന്നിലുള്ളത്. ടിംബർ ഇന്ന് കളിക്കോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ പ്രഡിക്ഷൻസും കമന്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അതുവരെ ബൈ.